ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, യൂട്യൂബിൽ നിന്ന് നല്ല പൈസ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും, ഒരു സംശയവുമില്ല. ഞാൻ സ്ക്രീൻഷോട്ട് ആക്കാൻ കാണിച്ചു തന്നത്. കാരണം ഇതെന്ന് പറയാൻ ഞാൻ പറഞ്ഞ പോലെ ഡാർക്ക് സീക്രട്ട് ഒന്നുമല്ല യൂട്യൂബ് റവന്യൂ എന്നുള്ളത്. അവരൊക്കെ കമൻറ്റിലൂടെ നമുക്ക് തേനും പാലും ഒന്നും മാത്രമായിരിക്കത്തില്ല തന്നത്, നല്ല ഒന്നാം തരം അസഭ്യമായിട്ടുള്ള വാക്കുകൾ വരും. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. നമ്മുടെ ചാനൽ 500K 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സ്നേഹം മാത്രം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് യൂട്യൂബുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങൾ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം, യൂട്യൂബിൽ നിന്ന് എല്ലാവർക്കും എത്ര പൈസ കിട്ടുമെന്നല്ലേ. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ വീഡിയോയിൽ എനിക്ക് ഇത്രയും നാൾ കിട്ടിയിട്ടുള്ള യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ള വരുമാനം സ്ക്രീൻഷോട്ട് അടക്കം കൃത്യമായിട്ട് കാണിച്ചു തരാം. കാരണം യൂട്യൂബ് റവന്യൂ എന്ന് പറയുന്നത് ഡാർക്ക് സീക്രട്ട് ഒന്നുമല്ല, അത് നിങ്ങൾ അറിയണം. കാരണം പൈസ കുറവാണോ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും, ഇത്രയും പൈസ കിട്ടുമെന്ന്. അപ്പോൾ കൃത്യമായിട്ട് ആ ധാരണ മാറ്റിയിട്ട് ആക്ച്വലി എത്ര കിട്ടുമെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കും യൂട്യൂബിലേക്ക് വന്നാൽ ഇത്രയും പൈസ കിട്ടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. യൂട്യൂബിലേക്ക് കഴിവുള്ളവർ വരണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കാറുണ്ട്. രണ്ടാമത്തെ കാര്യം എന്തുവായിരുന്നു, ആലോചിച്ചാണ് എഴുതി വെക്കണമെന്ന് വിചാരിച്ചാൽ മറന്നുപോയി. രണ്ടാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ, എങ്ങനെ നിങ്ങൾക്ക് യൂട്യൂബിൽ വളർന്നു വരാൻ സാധിക്കും. ഒരുപാട് പേര് യൂട്യൂബിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് വീഡിയോസ് ഇട്ട് നോക്കുന്നുണ്ട്, പക്ഷേ സക്സസ്ഫുൾ ആകാറില്ല. എങ്ങനെയാണ് ഒരു വീഡിയോ വൈറലാവുന്നത്, അതിൻ്റെ പ്രധാന അടിസ്ഥാനം എന്താണ്? പ്രധാന അടിസ്ഥാനം രണ്ടാണ്, അത് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ വഴി പറഞ്ഞുതരാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുവാണെങ്കിൽ, പെൺകുട്ടികൾക്ക് യൂട്യൂബിൽ വലിയൊരു സ്കോപ്പ് അവിടെ മാറിക്കിടപ്പുണ്ട്. പെൺകുട്ടികൾ യൂട്യൂബിൻ്റെ ഇപ്പോഴുള്ള പെൺകുട്ടികൾ ഒരു ടൈനി പോർഷനെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പോൾ മെയിൽസ്, ആണുങ്ങളുടെ കാര്യം നോക്കുവാണെങ്കിൽ അവരെല്ലാത്തരം മേഖലകളും അവർ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു യൂട്യൂബിലെ. പക്ഷേ പെൺകുട്ടികൾ എന്ന് പറയുന്നത് ഇന്ന് പ്രധാനമായിട്ടും ബ്യൂട്ടി, കുക്കിംഗ്, ആ ഒരു മേഖല മാത്രമേ ഉള്ളൂ. കാര്യമായിട്ട് ചെറുതായിട്ടും ഉണ്ടായിരിക്കാം, പക്ഷേ ബാക്കി ഒരു വലിയ പോർഷൻ അവിടെ മാറിക്കിടക്കുവാണ് പെൺപിള്ളേർക്ക്. അപ്പോൾ അവർക്കത് യൂട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ അവർക്കൊക്കെ വേറെ ലെവലിലേക്ക് വരാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ടിക്ടോക്കിലൊക്കെ വീഡിയോ ഇടാൻ പോകുന്ന സമയത്ത് യൂട്യൂബിലേക്ക് നിങ്ങൾ ഇറങ്ങുവാണെങ്കിൽ, ക്രിയേറ്റീവായിട്ട് ഇറങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരാളായിട്ട് മാറാൻ പറ്റും. ഇപ്പോൾ അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. യൂട്യൂബിൽ ഏറ്റവും ക്വാളിറ്റി കണ്ടന്റ് നമുക്ക് വേണം. മലയാളം യൂട്യൂബിനെ ഒരു വേറെ ലെവലിലേക്ക് എത്തിക്കണം. അതൊക്കെയാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഓർത്ത് വെച്ചാണ്, ഞാൻ വഴിയെ പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്കൊരു 4 പേര് ആശംസാ വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ച് മേടിച്ചാണ് കേട്ടോ. 4 പേരുടെ വീഡിയോസേ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ വീഡിയോസൊക്കെ ഒന്ന് കാണാം. ഇവർ 4 പേരും യൂട്യൂബർ തന്നെയാണ് കേട്ടോ. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ഷാരിഖ് ഷംസുദ്ദീനാണ്, നമ്മുടെ സ്വന്തം ഷാരിഖിക്ക. നമ്മളോട് ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആളാരാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വേർഡ്സ് ആരുടെയാണ്. ഞാൻ പറയും ഇദ്ദേഹത്തിൻ്റെയാണെന്ന് പറയും. കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ട് നമ്മൾ കംപ്ലീറ്റ് ഒരു വേറെ ലെവൽ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നു. ആ ഒറ്റ വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. തീർച്ചയായിട്ടും നമ്മുടെ യുവാക്കൾ, ഇപ്പോൾ യങ്സ്റ്റേഴ്സ് കണ്ടിരിക്കണം. അപ്പോൾ അദ്ദേഹം ആ വീഡിയോ പറഞ്ഞ കാര്യം നമ്മുടെ മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്തു, അതുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് എനിക്ക്. അപ്പോൾ ഇദ്ദേഹം അയച്ചു തന്ന വീഡിയോ നമുക്കൊന്ന് കാണാം. അശ്വിനും അശ്വിന്റെ എല്ലാ വ്യൂവേഴ്സിനും ഒരു വളരെ വലിയ നമസ്കാരം. അശ്വിനെ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്, 1/2 മില്യൺ ആയിരിക്കുകയാണ്. വെരി ബിഗ് കൺഗ്രാറ്റുലേഷൻസ് ടു യു. ഇതുവരെ ഉള്ളത് ഒരു അതിമനോഹരമായിട്ടുള്ള ജേർണി ആയിരുന്നു. അപ്പൊ മുന്നിലേക്ക് പോകുമ്പോൾ കാണികളെടുത്ത് പറയാനാണെങ്കിൽ 1 മില്യണിലേക്കും അതിന് മുകളിലേക്കും അതിശക്തമായിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അശ്വിനെ വളരെ നല്ല വാല്യൂബിൾ ആയിട്ടുള്ള കോണ്ടന്റ് ഇതുവരെ ഉണ്ടായിരുന്നത് പോലെ മുന്നിലേക്ക് ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, അടിച്ചു പൊളിക്കുക. ഇദ്ദേഹത്തിന്റെ വൈ ഡോണ്ട് യു നീഡ് എ ജോബ് എന്നും പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിന് 50K സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അതൊന്നും നമുക്ക് പോരാ. കാരണം ഞാൻ പറഞ്ഞല്ലോ, മലയാള യൂട്യൂബിൽ നല്ല കണ്ടന്റ് ഉണ്ട്, അതിനെ വേറെ ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അത് ഏറ്റവും ബെസ്റ്റ് പ്രധാനമായിട്ടും യങ്സ്റ്റേഴ്സ്, നിങ്ങൾ കാണുന്ന യങ്സ്റ്റേഴ്സ് ആണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ഫോളോ ചെയ്യേണ്ട ചാനലാണ്. കാരണം അവരുടെ പൈസയ്ക്കോ അവരുടെ മോക്ഷത്തിനോ വേണ്ടി ഇടുന്നതല്ല ഈ ഒരു വീഡിയോസൊക്കെ. നമ്മളെ വേറെ ലെവലിലേക്ക് എത്തിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ മാത്രം ഇടുന്ന വീഡിയോസാണ്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക, അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, അത് അത്രയും തലയിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് വേറൊരിടത്തും നമുക്ക് ഉണ്ടാക്കിയിട്ടില്ല എനിക്ക്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ മലയാളം യൂട്യൂബിൻ്റെയൊക്കെ ഒരു മുഖശ്രീ എന്ന് പറയാൻ പറ്റുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിമായാണ്. സിംപ്ലി മൈ സ്റ്റൈലിലെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും അല്ലേ. കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബ്യൂട്ടി ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ് ഉണ്ണിമായ. ഉണ്ണിമായ ഈ വീഡിയോ ഉൾപ്പെടുത്താനുള്ള കാരണം, ഉണ്ണിമായ എന്ന് പറയുന്നത് വേറെ ലെവല് ഒരാളാണ്. കാരണം എൻ്റെ ഏകദേശം അതേ പ്രായമുള്ളൂ. ഒരുപാട് വർഷം മുമ്പ് തന്നെ ഞാൻ കാണുമായിരുന്നു. അന്നൊക്കെ നമ്മളിങ്ങനെ അന്താളിച്ചിരിക്കും, എൻ്റെ പ്രായമുള്ള ഒരു പെങ്കൊച്ച് വേറെ ലെവലിലേക്ക് വളർന്നു വരുവാണ്. കാരണം അടിസ്ഥാനമായിട്ട് എല്ലാവർക്കും യൂട്യൂബിനെ പറ്റിയുള്ള ധാരണ മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു ക്യാമറ ഫ്രണ്ടിൽ വന്നിട്ട് സംസാരിച്ച് വീഡിയോ ഇടാൻ പറ്റുന്നത്. ആ ഒരു രീതിയിൽ എൻ്റെ അതേ പ്രായമുള്ളൊരു കൊച്ച് വേറെ ലെവലിലേക്ക് വളർന്നു വരുമ്പോഴേക്കും നമ്മളൊക്കെ അന്താളിച്ച് നിന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള പെമ്പിള്ളേർക്ക് അയച്ചു കൊടുക്കുമായിരുന്നു, ലിങ്കൊക്കെ എപ്പോഴും അയച്ചു കൊടുക്കുമായിരുന്നു. ഞാനൊക്കെ യൂട്യൂബിലേക്ക് വന്ന മുമ്പ് തന്നെ. എന്നിട്ട് പറയും കണ്ടുപഠിക്കരുത്, നിൻ്റെ പ്രായമുള്ള കൊച്ചാന്ന് പറയും. അപ്പോൾ നമ്മളൊന്നും ആയിട്ടില്ല, ചുമ്മാ ഫ്രണ്ട്സ് ആയതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ അതാണ് ഉണ്ണിയുടെ ഒരു ഹൈലൈറ്റ്. ഇപ്പോൾ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കഴിഞ്ഞ് വേറെ ലെവലാണ്. ഇനി ഒരുപാട് വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ഉണ്ണി അയച്ചു തന്ന വീഡിയോ കാണാം. ഹലോ
എൻ്റെ പേര് ഉണ്ണിമായ. നമ്മുടെ അശ്വിൻ്റെ ചാനൽ 500K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വക എല്ലാ വിഷയസും ഞാൻ അറിയിക്കുകയാണ്. ഇനി നിറയെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ വരട്ടെ. ലൈഫ് ഫുൾ നല്ല ഹാപ്പിനെസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിഷയമാണ്. താങ്ക് യു. അടുത്ത ആളെന്ന് പറയുന്നത്, ഞാൻ ഈ പറയുന്നവരൊക്കെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടല്ലേ? അടുത്ത ആളെന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്, മലയാളം യൂട്യൂബ് കമ്മ്യൂണിറ്റിയെ വേറെ തലത്തിലേക്ക് എത്തിക്കാൻ പറ്റിയ അമ്മാതിരി ഡിഫറൻ്റ് ആയിട്ട് ഒരു സംഭവം മലയാളത്തിൽ കൊണ്ടുവന്ന ഒരാളാണ്. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ ശ്യാം ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ വീഡിയോ അത് വേറെ ലെവലാണ്. മലയാളത്തിൽ അമ്മാതിരി ഒരു കോൺസെപ്റ്റും അമ്മാതിരി അവതരണവും അമ്മാതിരി പ്രസൻറ്റേഷനും അദ്ദേഹത്തിന് ഉൾപ്പെടുത്താൻ പറ്റി. ആർപ്പും വിളികളും ഒന്നുമില്ലാതെ തനതായ ശൈലിയിൽ സംസാരിച്ചുകൊണ്ട് മാത്രം 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ നേടിയെടുത്ത അശ്വിൻ മടപ്പള്ളിക്ക് ബേപ്പൂർ സുൽത്താൻ്റെയും സുൽത്താൻ്റെ ദുനിയാവിൻ്റെയും ദുനിയാവിലെ ഭൂതഗണങ്ങളുടെയും പേരിൽ ഒരുപാട് സ്നേഹം നിറഞ്ഞ ആശംസകൾ. എത്രയും പെട്ടെന്ന് 1 മില്യൺ അടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വേറൊരു തലത്തിലേക്ക് നമുക്ക് എത്തിക്കണമെങ്കിൽ ഇതുപോലത്തെ കോണ്ടന്റ്സിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. നമ്മളെപ്പോഴും വെറൈറ്റി മാത്രം പിടിച്ചാലേ നല്ല രീതിയിൽ വളരാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല, നമുക്ക് വ്യൂവേഴ്സിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം യൂട്യൂബ് എന്ന് പറയുന്നത്, ഇന്ന് മലയാള യൂട്യൂബിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്, ഒരുപാട് ചപ്പ് ചവറുകൾ ഒന്ന് അടിയുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ യൂട്യൂബ് തുറക്കുമ്പോഴേക്കും ടൈം ലൈന് വരുന്നത് നടിക്ക് സംഭവിച്ചത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും, കരിക്ക് പറയുന്ന പോലെ ഹോട്ടലിൽ വെച്ച് നടൻ ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും, ചായ കുടിക്കുന്നു. ഇങ്ങനെ ഒരുപാട് മാലിന്യങ്ങൾ വന്ന് അടിയുന്ന സ്ഥലമായി യൂട്യൂബ് എന്നുള്ളത്. പിന്നെ ഒരുപാട് ആൾക്കാർ ഫേസ്ബുക്കിൽ വന്ന വീഡിയോ യൂട്യൂബിലിട്ട് കുറേ ക്യാപ്ഷൻ കൊടുത്ത് അവന്മാർ പൈസ ഉണ്ടാക്കുന്നു. ഇങ്ങനത്തെയൊക്കെ കണ്ടന്റ്സിനെ അവോയ്ഡ് ചെയ്തിട്ട് ഇപ്പോൾ ബേപ്പൂർ സുൽത്താനെ പോലുള്ളവരുടെ കണ്ടന്റൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക. വി ക്യാൻ ബിൽഡ് എ ബെറ്റർ കമ്മ്യൂണിറ്റി, യൂട്യൂബ് കമ്മ്യൂണിറ്റി. യൂട്യൂബ് നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്തേ പറ്റത്തുള്ളൂ. അടുത്തൊരാൾ, നാലാമത്തെ നമ്മുടെ ഫൈനൽ ആൾ, അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നതിന് മുമ്പ് എടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പറയാം. അദ്ദേഹത്തിൻ്റെ മുഖം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കാം, അദ്ദേഹത്തിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകത്തില്ലായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കാത്ത മലയാളികൾ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന മലയാളികൾ വളരെ കുറവായിരിക്കും. മറ്റാരുമല്ല, നമ്മുടെ ട്രോൾ രാജാവായിട്ടുള്ള ഉബൈദ് ഇബ്രാഹിം. അതാണ് നമ്മുടെ ആൾ. എന്താണ് ഇദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്നോ? ഉബൈദ് ഇബ്രാഹിം എന്ന് പറയുന്ന പേര് ബ്രാൻഡ് ചെയ്തെടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, യൂട്യൂബിലായാലും ജീവിതത്തിലായാലും നമ്മളെ സെൽഫ് ബ്രാൻഡിങ് ചെയ്യുക. നമ്മളെ തന്നെ ഒരു ബ്രാൻഡാക്കി മാറ്റുക. നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ പറ്റും. അതാണ് ഉബൈദ് ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യം. ഹായ്, ഞാൻ ഉബൈദ് ഇബ്രാഹിം. 500K സബ്സ്ക്രൈബേഴ്സ് എന്ന മികച്ച നേട്ടം കൈവരിച്ച പ്രമുഖ യൂട്യൂബറും എൻ്റെ പ്രിയ സുഹൃത്തുമായ അശ്വിന് എല്ലാവിധ ആശംസകളും. ഒപ്പം ഈ ചാനലിൽ 500K സബ്സ്ക്രൈബേഴ്സ് എന്നതിനുപരി 1 മില്യണും 2 മില്യണും എത്രയും പെട്ടെന്ന് അടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഈ ഉബൈദിക്ക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചങ്ക് കമ്പനിയാണ് കേട്ടോ. പക്ഷേ എന്നെക്കാളും 10-11 വയസ്സ് മൂത്താണ്. പക്ഷേ വേറെ ലെവൽ വൈബാണ്, നമ്മുടെ അതേ വൈബ്. ജീവിതത്തിൽ അന്യമായിട്ട് റോള് പറയും. ഇങ്ങനെയൊന്നുമല്ല പെരുമാറുന്നത്. ബിഹൈൻഡ് വുഡ് സൈസ് ഉബൈദ് ഇബ്രാഹിം എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇന്റർവ്യൂ വരും. ആ ലെവലിലാണ് ജീവിതത്തിൽ പെരുമാറുന്നത്. വേറൊരു ലെവൽ മനുഷ്യൻ. ജീവിതത്തിൽ ട്രോൾ കേൾക്കാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹത്തിൽ നമ്മൾ പഠിക്കേണ്ടത് ബ്രാൻഡിങ്, സെൽഫ് ബ്രാൻഡിങ് ഓഫ് അവർ സെൽഫ്സ്. നമ്മുടെ സമൂഹത്തിൽ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ പേര് തന്നെ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. നിങ്ങളുടെ സമൂഹത്തിൽ ഇങ്ങനെ വായിൽ നിൽക്കുന്ന പോലെ മറ്റുള്ളവർക്ക് തോന്നും. വായിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ പറഞ്ഞിക്കുവാന്നല്ല കേട്ടോ, നിങ്ങളുടെ പേര് അവിടെ കാണും. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ 4 പേര് ഇവരൊക്കെയാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. ഏതൊക്കെ കണ്ടന്റ് എടുത്താലാണ് നിങ്ങൾക്ക് കയറി വരാൻ സാധിക്കുന്നത്? എങ്ങനെ നല്ല യൂട്യൂബർ ആകാം? യൂട്യൂബിൻ്റെ ടെക്നിക്കൽ വശം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അവിടെ ചാനലുണ്ട്. അപ്പോൾ ചാനൽ തുടങ്ങാമെന്നൊന്നും വലിയ വിഷയമൊന്നുമല്ല. അതൊക്കെ വേണമെങ്കിൽ യൂട്യൂബിൽ തന്നെ അതിൻ്റെ വീഡിയോസ് എല്ലാം കിട്ടുന്നതാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വീഡിയോ ഉണ്ടാക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം. അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ അവോയ്ഡ് ചെയ്യേണ്ട കണ്ടന്റ് ടെക്കും കൊണ്ട് ഒരിക്കലും ഇനി വരാൻ ശ്രമിക്കരുത്. എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. ദയവായി നിങ്ങൾക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ അഭിപ്രായം, എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ടെക്ക് എന്ന് പറയുന്ന കോണ്ടന്റ് ഇനി എടുത്തിട്ട് കാര്യമില്ല. കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ മലയാളത്തിൽ 5, 6, 7, 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ടെക് ചാനൽസ് നോക്കുക. അതിൻ്റെ വ്യൂസ് നല്ലവണ്ണം ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടും വ്യൂസ് ഇല്ല. ഒരുപാട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ടെക് ചാനൽ തീരെ ഡൗൺ ആയി കിടക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. രണ്ടാമത്തെ എല്ലാവരും എടുക്കാൻ ശ്രമിക്കുന്ന കണ്ടന്റ് വ്ളോഗാണ്, ട്രാവൽ വ്ളോഗ്സ് നല്ലതാണ്, തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ട്, കംപ്ലീറ്റ്ലി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു വേറെ തലത്തിലേക്ക് പ്രേക്ഷകരെ എത്തിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം വ്ളോഗ് ചെയ്യേണ്ടത്. ട്രാവൽ വ്ളോഗ് എന്തുകൊണ്ട് നല്ലതാണ്? കാരണം ആൾക്കാർക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം നല്ല കണ്ടിരിക്കാൻ രസമാണ്. അപ്പോൾ ട്രാവൽ വ്ളോഗ് എന്നുള്ളത് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള തരത്തിലാകരുത് നിങ്ങൾ ആ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കയറി വരാൻ ഒരുപാട് പാടായിരിക്കും. മൂന്നാമത്തെ കണ്ടന്റ് കുക്കിംഗ് ആണ്. ഇൻഡോർ കുക്കിംഗ് ഒഴിവാക്കുക. കാരണം ഇൻഡോർ കുക്കിങ്ങിന് കയറി വരാൻ ഒരുപാട് പാടാണ്. ചിലപ്പോൾ 1-2 വീഡിയോസ് വൈറലായേക്കാം, ബാക്കി അത് ഡൗൺ ആയി പോകത്തേ ഉള്ളൂ. കാരണം ഒരുപാട് കുക്കിംഗ് ചാനൽസ് ഒരുപാട് റീച്ചിലും ഒരുപാട് കാര്യങ്ങളും കിടന്ന് കളിക്കുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള കുക്കിംഗ് ചാനൽസ് ഇപ്പോൾ ഇടുന്ന വീഡിയോസിന് റീച്ച് തീരെ കുറവാണ്. അപ്പോൾ പക്ഷേ ഔട്ട്ഡോർ കുക്കിംഗ്
ഏറ്റവും ബെസ്റ്റ് സ്കോപ്പുള്ളൊരു സാധനമാണ് ഔട്ട്ഡോർ കുക്കിംഗ്. ഇപ്പോൾ നമ്മുടെ വില്ലേജ് ഫുഡ് ചാനലിലെ ഫിറോസിക്ക് ചെയ്യുന്ന പോലെ ആ ടൈപ്പിന് നല്ല സ്കോപ്പ് ഉണ്ട്. മലയാളത്തിൽ അധികമില്ല, നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. വേറെ ലെവലിലത് കാര്യങ്ങൾ കൊണ്ടുപോകണം, അല്ലാതെ വെറുതെ വന്നിട്ട് എന്തെങ്കിലും ചെയ്ത് കൂട്ടിയാൽ പോരാ. വേറെ ലെവൽ, വേറെ വൈബായിട്ട് കാര്യം കൊണ്ടുപോകണം. ആ കിളികളുടെ ശബ്ദവും ആ രീതിയിലാണെങ്കിൽ ആൾക്കാർ ആ വീഡിയോ കാണുന്നത് കുക്കിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, അതിൻ്റെ റെസിപ്പി കിട്ടാൻ വേണ്ടിയിട്ടല്ല, അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണ് വീഡിയോ കാണുന്നത്. ഇപ്പോൾ നമ്മളെല്ലാം കണ്ടിരിക്കും, എന്നിട്ട് നമ്മൾ അതിൻ്റെ റെസിപ്പി നോട്ട് ചെയ്ത് പോയി കുക്ക് നോക്കണം, അല്ല. അത്തരം വീഡിയോയിലുള്ളത് എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറാണ്. ആ ഫാക്ടർ വേണം നമ്മൾ മുതലെടുക്കാനായിട്ട്. അപ്പോൾ ഔട്ട്ഡോർ കുക്കിംഗ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. ഞാൻ പറഞ്ഞു പെൺകുട്ടികൾക്ക് നല്ല ഓപ്ഷൻ ഉണ്ടെന്ന്, അല്ലേ? യൂട്യൂബിൽ പെൺകുട്ടികളാണ് ഔട്ട്ഡോർ കുക്കിംഗ് ട്രൈ ചെയ്യുന്നതെങ്കിൽ വേറെ ലെവലാക്കാൻ കാര്യങ്ങൾ, ഈ വൈബൊക്കെ മാറും. ആ ഒരു കഴിവുള്ളവർ ദയവായിട്ട് അങ്ങനെ ഇറങ്ങാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേറെ ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്ക് വളർന്നു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ആ ഒരു ഫീൽഡിൽ ഇപ്പോൾ അധികം പേരൊന്നുമില്ല. അപ്പോൾ കഴിവുള്ളവർക്ക് കയറി വരാം. എന്തുകൊണ്ടും എല്ലാവരും അറിയേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഈ പബ്ലിക്കായിട്ട് പറയുന്നത്. ആ ലെവലിൽ നാടനായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്ന പെൺപിള്ളേരുണ്ടെങ്കിൽ ഔട്ട്ഡോർ കുക്കിംഗ് ട്രൈ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല റീച്ചിലേക്ക് എത്താൻ പറ്റും. പെൺപിള്ളേർ യൂട്യൂബിലേക്ക് വന്നാൽ എടുക്കുന്നത് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. പ്രധാനമായിട്ടും ബ്യൂട്ടി, കുക്കിംഗ്, ഇൻഡോർ കുക്കിംഗ്. ഇതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് അവർ പോകുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് അവിടെ വേറെ നല്ല സ്കോപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ട്രാവൽ വ്ളോഗുകൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ ട്രാവൽ വ്ളോഗ് വെറൈറ്റി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് എക്സ്ട്രീം ലെവലായിട്ട് കയറി വരും. നിങ്ങൾ സോളോ ട്രാവലൊക്കെ ചെയ്ത്. പക്ഷെ അതിന് ലിമിറ്റേഷൻസ് ഉണ്ടാകാം. അത് ചെയ്യാൻ പറ്റുന്നവരോടാണ് ഞാൻ പറയുന്നത്. വേറെ ലെവൽ കാര്യമാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഫീൽഡും, യൂട്യൂബിൽ നിലവിലുള്ള ഫീൽഡ്, ടെക് ഒഴിക്കുക, ടെക്കിൽ കയറത്തില്ല. ബാക്കി ഏത് ഫീൽഡ്, ഇപ്പോൾ ഔട്ട്ഡോർ കുക്കിംഗ്, പിന്നെ ടോക്ക്, ഞാൻ ചെയ്യുന്ന പോലത്തെ ടോക്കുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് ലെവലിൽ മാറാൻ പറ്റുമെന്നു. പ്രിയപ്പെട്ട പെൺകുട്ടികളോട്, സംസാരിക്കാൻ അറിയാവുന്ന പെൺകുട്ടികളോടൊക്കെ പറയാനുള്ളത്, ഞാൻ ചെയ്യുന്ന പോലെ ഇതുപോലെ ഓരോ വിഷയങ്ങളെ പറ്റി വന്നിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കത്തില്ല. ഞാനും ചാനൽ തുടങ്ങിയപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. 0 സബ്സ്ക്രൈബേഴ്സിൽ നിന്നാണ് നമ്മൾ എല്ലാവരും തുടങ്ങുന്നത്. പെട്ടെന്നായിരിക്കും കയറി പോകുന്നത്. അപ്പോൾ ടോക്കിലേക്കൊക്കെ എന്നെ പോലുള്ള വിഷയങ്ങൾ സംസാരിക്കുന്ന ആ ഒരു മേഖലയിലേക്കൊക്കെ വരാൻ ശ്രമിക്കുക. ഒരുപാട് സംസാരിക്കാൻ കഴിവുള്ളവരുണ്ടാകുമെന്ന് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. പൊളിറ്റിക്കൽ ടോക്കേഴ്സ് ഉണ്ട്, പ്രധാനമായിട്ട് പൊളിറ്റിക്കലി സംസാരിക്കുന്നവരുണ്ടല്ലേ, അവർക്കൊക്കെ ഈ മേഖല പക്ക പെർഫെക്റ്റ് ആണ്. എന്തെങ്കിലുമൊക്കെ നമുക്ക് എവിടെന്നെങ്കിലും പഠിക്കുക. ഇപ്പോൾ ബെർമുഡ ട്രയാങ്കിൾ, പിന്നെ ഇലൂമിനാറ്റി, ഇതിനെയൊക്കെ പറ്റി പഠിച്ചിട്ട് വേറെ വീഡിയോ എന്നെടുത്ത് പറഞ്ഞാലും മതി, പ്രശ്നമൊന്നുമില്ല. അതെടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നോക്കുക, കയറി വന്നാലോ, അല്ലേ? അപ്പോൾ അതൊന്ന് നമ്മുടെ പെമ്പിള്ളേർ ട്രൈ ചെയ്യുക. കാരണം സ്ത്രീ ഉന്നമനം യൂട്യൂബിലും വേണം. നിങ്ങൾ ഒരിക്കലും ഈ 2 മേഖല മാത്രം നോക്കേണ്ടവരല്ല. നിങ്ങൾക്ക് വേറെ ലെവലിലേക്ക് വരാൻ പറ്റും. വഴിയിലൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നു, ഓ ഇന്ന പെൺകുട്ടികളെ യൂട്യൂബിലെ, അതൊക്കെ വേണ്ടേ? അപ്പോൾ ടോക്കുകൾ, എന്നും ടോക്കുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആണായാലും പെണ്ണായാലും ടോക്ക് എന്നുള്ളത് നോളജാണ്. ആൾക്കാരെപ്പോഴും നോളജ് സീക്കാൻ വേണ്ടിയിരിക്കുവാണ്. പ്രത്യേകിച്ച് ഒരാൾ ഇരുന്ന് ക്യാമറ ഫ്രണ്ടിൽ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് പതുക്കെ ആ ചാനലിന് ഒരു ഐഡന്റിറ്റി ഉണ്ടാകും, ആ വ്യക്തിക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാകും. അപ്പോൾ ആൾക്കാർ പതുക്കെ നിങ്ങളെ ഫോളോ ചെയ്തോളും. വേറൊരു കാര്യം ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത്, ഫേസ് ഇല്ലാതെ നമ്മുടെ ഈ വീഡിയോസ് വെച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ പടം ഓടിച്ചോ വോയിസ് ഓവർ കൊടുത്തിട്ട് ചെയ്യുന്ന കാര്യമാണ്. അതിനിപ്പോൾ സ്കോപ്പ് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഒരുപാട് ചാനൽസ് അങ്ങനത്തെ ഉണ്ടായിരുന്നു, ലക്ഷക്കണക്കിന് 5-6 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള വോയിസ് ഓവർ വെച്ചിട്ടുള്ള ഇൻഫോർമേഷൻ ആയിട്ടുള്ള കോൺസ്പിറസി, നിഗൂഢതകൾ സംസാരിക്കുന്ന ചാനലുണ്ട്. അതെല്ലാം ഡൗൺ ആയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഫേസ് വെച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക, വെറുതെ വോയിസ് ഓവർ കൊടുക്കാതെ, വേറെ ലെവലാക്കാൻ കാര്യങ്ങൾ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യൂട്യൂബിൽ ഒരു വീഡിയോ എങ്ങനെ വൈറലാക്കാം. യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ട് വ്യൂസ് ഒന്നും കിട്ടുന്നില്ല, ആരും കാണുന്നില്ല, ആരും റീച്ച് ആകുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയാറുണ്ടല്ലേ. എങ്ങനെ ആ വീഡിയോ വൈറലാക്കാൻ നോക്കുവാണെങ്കിൽ, അടിസ്ഥാനപരമായിട്ടൊരു വീഡിയോ വൈറലാകുന്നതിന് 2 കാരണങ്ങളുണ്ട്. ബാക്കി ഒരുപാട് കാരണങ്ങളുണ്ട്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം പറയുവാണെങ്കിൽ, ഒന്ന് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ആണ്. ആൾക്കാർ ആവറേജ് ആയിട്ട് ആ വീഡിയോയിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു. അതായത് നിങ്ങൾക്ക് വെറുതെ വ്യൂസ് കിട്ടിയിട്ട് കാര്യമില്ല. ഒരാൾ വീഡിയോ ഓപ്പൺ ആക്കിയിട്ട് കുറച്ച് നേരം കണ്ടിട്ട് ബാക്ക് അടിച്ച് പോയി കഴിഞ്ഞാൽ ഒരു വ്യൂസ് കൂടും. അങ്ങനെ കൂടുന്ന വ്യൂസ് നിങ്ങളുടെ വീഡിയോ താഴത്തേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളത് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഓർഗാനിക് സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ നമ്മൾ കയറ്റാവുള്ളൂ. ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ആരും മൊത്തമൊന്നും കാണത്തില്ല. അവർ വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ട് പോകും, ബാക്ക് അടിച്ച് പോകും. ആ ഒരു പ്രവൃത്തി വീഡിയോയെ പുറകോട്ട് വലിക്കും. കുറയുന്നത് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ആണ്. അതായത് ഒരാൾ ഒരു വീഡിയോയിൽ എന്തോരം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് യൂട്യൂബ് കാൽക്കുലേറ്റ് ചെയ്യും. ആ ഒരു അളവ് ഒരു 9-8 മിനിറ്റൊക്കെ നിങ്ങൾക്ക് പിടിച്ചിരുത്താൻ പറ്റുമെങ്കിൽ വേറെ ലെവലാക്കാം. അപ്പോൾ നിങ്ങളൊരു 20 മിനിറ്റ് വീഡിയോ ചെയ്താൽ മതി. അപ്പോഴേക്കും നല്ല വെറുതെ ചെയ്തിട്ട് കാര്യമില്ല, അത് ആൾക്കാരെ പിടിച്ചിരുത്തണം. അങ്ങനെ നിങ്ങളുടെ വീഡിയോയ്ക്ക് നല്ല ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കിട്ടുമെങ്കിൽ ആ വീഡിയോ വൈറലായിക്കോളും. യൂട്യൂബ് എന്ത് മനസ്സിലാക്കും, ആൾക്കാർക്ക് ഈ വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കും. കാരണം ആൾക്കാർ ഒരുപാട് ടൈം ആ വീഡിയോ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ശതമാനമല്ല നോക്കുന്നത്, വ്യൂ ലെങ്ത് ആണ്. ഓരോ വീഡിയോയ്ക്കും ഇപ്പോൾ നിങ്ങൾ 30 മിനിറ്റുള്ള വീഡിയോ ചെയ്തിട്ട് 9 മിനിറ്റ് കിട്ടുവാണെങ്കിലും 100 മിനിറ്റുള്ള വീഡിയോ ചെയ്തിട്ട് 9 മിനിറ്റ് കിട്ടുവാണെങ്കിലും അത് തുല്യമായിരിക്കും. ആ മിനിറ്റ് മാത്രമേ നോക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ 5 മിനിറ്റുള്ള വീഡിയോ ചെയ്തിട്ട് 2.5 മിനിറ്റ് കിട്ടിയാൽ 50% എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 2.5 മിനിറ്റ് എന്നുള്ള സംഭവം അവിടെ വരത്തുള്ളൂ. അപ്പോൾ വീഡിയോ നല്ല ലെങ്ത് ചെയ്യാൻ ശ്രമിക്കുക. തുടക്കക്കാർ ചുമ്മാ ചെയ്താൽ പോരാ, ആൾക്കാരെ പിടിച്ചിരുത്തണം, ഡ്യൂറേഷൻ കൂട്ടണം. അങ്ങനെയാണെങ്കിൽ ആ വീഡിയോ വൈറലാകും ഷുവർ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ക്ലിക്ക് റേറ്റ് ആണ്. തംബ്നെയിൽ ക്ലിക്ക് റേറ്റ്. എന്താണ് തംബ്നെയിൽ ക്ലിക്ക് റേറ്റ് എന്ന് നോക്കുവാണെങ്കിൽ, ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈം ലൈനിലേക്ക് അതിൻ്റെ പടം വരും അല്ലേ.
നിങ്ങളത് ക്ലിക്ക് ചെയ്യാതെ പോവുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ട് ഒരു വ്യൂസ് കുറയുന്നല്ലേ ഉള്ളൂ. ഒരിക്കലും അങ്ങനെയല്ല. ഇപ്പോൾ 100 പേര് അതുപോലെ നമ്മുടെ തമ്പനയിൽ കണ്ടു, ഒന്നെങ്കിൽ നമ്മുടെ ടൈം ലൈനിൽ അല്ലെങ്കിൽ സജഷൻ വേറെ വീഡിയോ അടി സജഷൻ വരുമല്ലോ, അങ്ങനെ കണ്ടു. പക്ഷെ ആൾക്കാർ ക്ലിക്ക് ചെയ്യാതിരിക്കുവാണ്. ക്ലിക്ക് ചെയ്യാതിരിക്കുമ്പോൾ യൂട്യൂബ് എന്ന് മനസ്സിലാക്കും ആൾക്കാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. മറിച്ച് 100 പേര് തമ്പനയിൽ കാണുന്നു, അതിന് 90 പേര് ക്ലിക്ക് ചെയ്യുന്നു. യൂട്യൂബ് മനസ്സിലാക്കും ആൾക്കാർക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ള വീഡിയോസാണ്, നേരെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കും. ഈ ക്ലിക്ക് റേറ്റിന് കൃത്യമായിട്ടുള്ള ശതമാനമൊക്കെ നമ്മുടെ സ്റ്റുഡിയോയിൽ കാണാൻ പറ്റും. അതൊരു 13% വരുത്താൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ വീഡിയോ വൈറലാകും. നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് പേഴ്സണലി. അപ്പോൾ ഇതിനു വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ തമ്പനയിൽ ആ വീഡിയോയുടെ കവർ പിക്ക് ഉണ്ടല്ലോ മാക്സിമം അട്രാക്റ്റീവ് ആക്കുക. കണ്ടാൽ കുത്തിയിരിക്കണം. ആ തരത്തിലേക്ക് എന്തൊക്കെ വില കൊടുത്തും അത് മാറ്റാൻ ശ്രമിക്കുക. ഒരുപാട് ചീപ്പായി പോകരുത്. അപ്പോൾ ക്ലിക്ക് റേറ്റ് എന്നുള്ള സംഭവം മനസ്സിലായല്ലോ. എത്ര പേര് തമ്പനയിൽ കാണുന്നു, എത്ര പേര് അത് ക്ലിക്ക് ചെയ്യുന്നു എന്ന് യൂട്യൂബ് നോക്കും. ആ ഒരു ശതമാനം കൂടുതലാണെങ്കിൽ വീഡിയോ വൈറലാകും, ഇല്ലെങ്കിൽ വീഡിയോ താഴത്തോട്ട് പോകും. ഇനി നിങ്ങളെല്ലാം അറിയാൻ ആഗ്രഹിച്ച കാര്യം എൻ്റെ യൂട്യൂബ് വരുമാനം. ആദ്യം തന്നെ ലൈഫ് ടൈം എനിക്ക് ഇത്രയും നാൾ കിട്ടിയിട്ടുള്ള പൈസ എന്ന് പറയുന്നത് $13,000. അപ്പോൾ നമ്മളൊരു 69 രൂപ ആവറേജ് എടുക്കാം. ഇപ്പോഴാണ് ഡോളറിൻ്റെ റേറ്റ് ഒരു 75 ആയത്, കൊറോണയൊക്കെ വന്ന ശേഷം. അപ്പോൾ നമ്മളൊരു $65 ആവറേജ് എടുക്കുകയാണ്. അത്രയില്ല, കാരണം പണ്ടൊക്കെ 64 മാറിയിട്ടുണ്ട്. എന്തായാലും 69 വെച്ച് കൂട്ടുവാണെങ്കിൽ 9 ലക്ഷം രൂപ, അറൗണ്ട് 9 ലക്ഷം രൂപയാണ് ഈ $13,000 എന്നുള്ളത്. അപ്പോൾ അത്ര രൂപയാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ, ഇതിൽ ഭൂരിഭാഗം ഒരു 80% പൈസ വന്നത് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലാണ്. അതായത് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ എനിക്ക് പല മാസങ്ങൾ 3-4 മാസത്തിൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോയിട്ടുണ്ട്. 1,06,000, 1,04,000, അങ്ങനെ 1 ലക്ഷത്തിൻ്റെ തൊട്ട് മുകളിൽ 3-4 മാസം, 3 മാസം തോന്നുന്നു, അത്രയും പോയിട്ടുണ്ട്. ഒരു മാസം 1 ലക്ഷം രൂപ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യൂസ് ഉള്ള യൂട്യൂബേഴ്സിന് കിട്ടുന്നത് എത്ര പൈസ ആയിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് 1000 വ്യൂസിന് എത്ര പൈസ കിട്ടും, 2000 വ്യൂസിന് എത്ര പൈസ കിട്ടും. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കണക്കില്ല. അതായത് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുമ്പോൾ പറയാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ 1000 വ്യൂസിന് കിട്ടുന്നത് 7 രൂപയായിരിക്കും, ചിലപ്പോൾ 70 രൂപ കിട്ടും, 10 ഇരട്ടി വ്യത്യാസം വന്നു. അപ്പോൾ നമുക്കൊരു കണക്ക് പറയാൻ പറ്റൂ? ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഒരുപാട് ഫാക്ടറുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് വീഡിയോയ്ക്ക് പൈസ കിട്ടുന്നത്. ടോപ്പിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്ന ടോപ്പിക്ക് മണി. ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യണം, ഹൗ ടു മേക്ക് മണി, അല്ലെങ്കിൽ ഹൗ ടു സ്റ്റാർട്ട് എ ബിസിനസ്, ഹൗ ടു ടേക്ക് എ ബാങ്ക് ലോൺ. മണി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണെങ്കിൽ അതിന് പൈസ കൂടുതലായിരിക്കും. മറിച്ച് വേറെ ടോപ്പിക്കിനാണെങ്കിൽ അത്രയും കിട്ടത്തില്ല. അപ്പോൾ ഇടുന്ന ടോപ്പിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ പൈസ. പിന്നെ കാണുന്ന രാജ്യം, നമ്മുടെ പൊതുവെ മലയാളികളായതുകൊണ്ട് ഇന്ത്യ, നമ്മൾ മലയാളം ടോക്കസ് ആണല്ലോ. പിന്നെ സൗദി എന്നുള്ള അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കുറച്ച് മലയാളികളാണ്. അപ്പോൾ അതിന് കുറച്ച് ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ഫാക്ടർ നമുക്ക് ഉപേക്ഷിക്കാം. പിന്നെ വീഡിയോയുടെ ലെങ്ത്ത്, വീഡിയോ 10 മിനിറ്റിന് മുകളിലാണെങ്കിൽ ഇന്റർമീഡിയറ്റ് ആഡിനുള്ള സ്ലോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. അവിടെ ആഡ് വന്നോ നിർബന്ധമില്ല. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് പരസ്യം വരത്തില്ലേ, അത് 10 മിനിറ്റ് കൂടുതലുള്ള വീഡിയോയ്ക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഇനി കുറയ്ക്കുമായിരിക്കും, അതറിയത്തില്ല. ഇപ്പോൾ നിലവിൽ അത്രേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരുപാട് ഘടകങ്ങൾ ഇത് ഡിപ്പെൻഡ് ചെയ്യുമെങ്കിലും അടിസ്ഥാനപരമായിട്ട് വ്യൂസ് ആണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, എൻ്റെ വ്യൂസ് നിങ്ങൾക്ക് പരിശോധിക്കാം, സോഷ്യൽ ബ്ലേഡ് വ്യൂസ് നിങ്ങൾക്ക് പരിശോധിക്കാം. സോഷ്യൽ ബ്ലേഡ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അത് വെച്ച് എനിക്ക് ഒരു മാസം എത്ര വ്യൂസ് കിട്ടുന്നു എല്ലാം പരിശോധിക്കാം. അതിന് വരുമാനം മാത്രം തെറ്റാണ്. എൻ്റെ വരുമാനം ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പോൾ അത് വെച്ച് നിങ്ങൾ വ്യൂസ് പരിശോധിക്കുക. ഈ ഒരു പൈസ, അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാ യൂട്യൂബേഴ്സിനും ഇത്രയും പൈസ ഒക്കെ കിട്ടും, അതിൽ യാതൊരു സംശയമില്ല. വ്യൂസ് ഉണ്ടെങ്കിൽ ഒരിക്കലും സബ്സ്ക്രൈബേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തല്ല, ലൈക്കിനെ ഡിപ്പെൻഡ് ചെയ്തല്ല, കമൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തല്ല, ഷെയറിനെ ഡിപ്പെൻഡ് ചെയ്തല്ല, ഒന്നുമല്ല. ആ വീഡിയോയുടെ അടിസ്ഥാനപരമായിട്ട് ആ വീഡിയോയുടെ വ്യൂസാണ്. ഞാൻ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ ഉണ്ട്, എന്നാലും അടിസ്ഥാനമായിട്ട് വ്യൂസ് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയൊരു മാസം എന്ന് പറയുന്നത് നോക്കി പറയാം, ഈ കഴിഞ്ഞ ജനുവരി കിട്ടിയത് $1469.55. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ആ ഒരു രൂപയാണ് കിട്ടിയത് ഒരു മാസം, നമ്മുടെ ജനുവരി മാസം, ഈ 2020 ജനുവരി ഉണ്ടല്ലോ കിട്ടിയത്. അതുപോലെ തന്നെ മാർച്ചിലും അത്രയും പൈസ കിട്ടിയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ മാസവും ഇത്രയും പൈസ ഉണ്ടാക്കുന്നുണ്ടെന്ന്. ഒരിക്കലും ഇല്ല. ഈ മാസമൊന്നും ഒരു പൈസ വരത്തില്ല. ഈ മാസമൊക്കെ പിന്നെ കൊറോണയുടെ ഇഷ്യൂ കാരണം ഒട്ടും പൈസ ഇല്ല, തീരെ വല്ല, വളരെ കുറവെന്ന് പറഞ്ഞാൽ 4-1, 10-1 പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് കൊറോണ മാറിയാലും ഇനിയും വ്യൂസ് കിട്ടിയാലേ പൈസ വരത്തുള്ളൂ. വ്യൂസ് ഇല്ലാതെ ഇത്രയും പൈസ ഉണ്ടാകത്തില്ല. ഇത്രയും പൈസ കിട്ടുമെന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ചിന്തിക്കും എല്ലാ മാസവും കിട്ടുമെന്ന്. ഒരിക്കലും ഇല്ല. നമുക്ക് നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. അതും കൂടെ നിങ്ങൾ ചിന്തിക്കണം. ഒരു മാസം കിട്ടിയെന്ന് പറഞ്ഞ് എല്ലാ മാസവും കിട്ടത്തില്ല. അതും യൂട്യൂബിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? യൂട്യൂബിൽ നിന്ന് നല്ല പൈസ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും, ഒരു സംശയവും. ഞാൻ സ്ക്രീൻഷോട്ട് ആക്കാൻ കാണിച്ചു തന്നത്. കാരണം ഇതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഡാർക്ക് സീക്രട്ട് ഒന്നുമല്ല യൂട്യൂബ് റവന്യൂ എന്നുള്ളത്. അറിഞ്ഞറിഞ്ഞ് നിങ്ങൾ വന്നാലേ നിങ്ങളും കൂടെ യൂട്യൂബിലേക്ക് വരത്തുള്ളൂ. എന്നാലേ അവിടെ ഒരു മത്സരമുള്ളൂ. നമ്മളൊക്കെ ഇങ്ങനെ എല്ലാവരും കയറുക, കഴിവുള്ളവർ കയറി വരട്ടെ, വലിയ നിലയിലാകട്ടെ, അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പറ്റുമോ? പ്രമോഷൻ ചെയ്താൽ നിങ്ങൾക്ക് പൈസ വാരാൻ സാധിക്കും. ഇപ്പോൾ എനിക്കൊക്കെ ഇമെയിൽ ഒരുപാട് പ്രമോഷൻ വരാറുണ്ട്. ഞാൻ ആകപ്പാടെ 3-4 ചെയ്തിട്ടുള്ളൂ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ അതിലൊക്കെ നമുക്ക് കിട്ടുന്ന കാശിനെ ഇൻ്റഗ്രേഷൻ ആണ് ചെയ്യുന്നത്. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ വീഡിയോയുടെ തുടക്കത്തിലോ കുറച്ച് കഴിഞ്ഞിട്ടോ ഒരു 30 സെക്കൻഡ് നമ്മൾ ആ ഒരു ആപ്പിനെ പറ്റിയോ എന്തിനെ പറ്റിയെന്ന് വെച്ച് സംസാരിക്കും. നമുക്ക് കിട്ടുന്ന പൈസയൊക്കെ എത്രയാണെന്ന് അറിയാമോ? ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് 20,000 റുപ്പീസ്. 30 സെക്കൻഡ് ഞാൻ ആ ഒരു ആപ്ലിക്കേഷനെ പറ്റി സംസാരിച്ചാൽ എനിക്ക് കിട്ടുന്നത് 20,000 രൂപയാണ്.
ഞാൻ ആകപ്പാടെ 3-4 ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ അധികം ചെയ്യാറില്ല. ഇമെയിലൊക്കെ ഒരുപാട് വന്ന് കിടക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ വലിയൊരു യൂട്യൂബർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ വാരാൻ പറ്റും. 30 സെക്കൻഡ് സംസാരിച്ചാൽ മതി. വെറും 30 സെക്കൻഡിന് 20,000. നിങ്ങൾ ഒന്നുകൂടെ വളർന്നു കഴിഞ്ഞാൽ 30,000 ഡെഡിക്കേഷൻ വീഡിയോ ഉണ്ട്. ഒരു ഫുൾ വീഡിയോ അതിനെപ്പറ്റി ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് 60,000 രൂപയൊക്കെ സുഖമായിട്ട് കിട്ടും. മേടിക്കുന്നവരുണ്ട്, എനിക്കറിയാം. ആ ലെവലിലാണ് പൈസ നമ്മുടെ ചുറ്റും ഈ ഒരു പ്രൊമോഷന് വേണ്ടി പരസ്യങ്ങളിലൂടെ കടന്ന് കളിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, യൂട്യൂബിലെ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലെ നെഗറ്റീവ് കമൻറ്റ്സ്. ഇപ്പോൾ ഒരുപാട് പേര് നെഗറ്റീവ് കമൻറ്റ് റിയാക്ഷൻ, പ്രധാനമായിട്ട് ടിക്ടോക്കിൽ ഒരുപാട് പേര് നെഗറ്റീവ് കമൻറ്റ് എടുത്തിട്ട് ഇങ്ങനെ സൈഡിൽ കൊടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ടിക്ടോക്കിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. എന്തിനാണ്? ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ആദ്യം ഞാൻ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ളത്, ഇവിടെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും നിങ്ങളുടെ വീഡിയോസ് കാണും. അവരൊക്കെ കമൻറ്റിലൂടെ നമുക്ക് തേനും പാലും ഒന്നും മാത്രമായിരിക്കത്തില്ല തന്നത്. നല്ല ഒന്നാം തരം അസഭ്യമായിട്ടുള്ള വാക്കുകൾ വരും, നല്ല തെറികൾ വരും. അതൊക്കെ വെറുതെ എടുത്ത് റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അതങ്ങനെയാണ്, സോഷ്യൽ മീഡിയ ആണ്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. പബ്ലിക്കലിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം കാണണമെങ്കിൽ നിങ്ങൾ അവർക്ക് മാത്രം ലിങ്ക് വെച്ച് കൊടുത്താൽ പോരെ. നിങ്ങൾക്ക് അൺലിസ്റ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ലിങ്ക് ഉള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്താൽ പോരെ. അങ്ങനെ അല്ലല്ലോ നമുക്ക് വേണ്ടത്. എല്ലാവരും കാണണമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണുമ്പോഴേക്കും നെഗറ്റീവ് കമൻറ്റ് വരും. അതിൽ ദുഃഖിച്ചിട്ടോ അതിൽ നമ്മൾ നെഗറ്റീവായി പോയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നെഗറ്റീവ് കമൻറ്റ്സ് ഒക്കെ ആക്ച്വലി നമ്മൾ പോസിറ്റീവാക്കി എടുത്ത് നല്ല ഊർജ്ജത്തോടെ വളർന്നു വരാൻ പറ്റണം. പിന്നെ എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വരാറുണ്ട് കേട്ടോ. എന്താണ് നെഗറ്റീവ് കമൻറ്റ്സ് എന്ന് നോക്കുവാണെങ്കിൽ, നിന്റെ വീഡിയോ കൊള്ളത്തില്ല, നിന്റെ അവതരണം കൊള്ളത്തില്ല, നിന്റെ ശബ്ദം കൊള്ളത്തില്ല, അതൊന്നും നെഗറ്റീവ് അല്ല. അതൊക്കെ അവരുടെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായമാണ്. അതൊക്കെ പോസിറ്റീവാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? നിങ്ങൾക്ക് വീഡിയോ പറ്റി എന്ത് വേണമെങ്കിലും ഫ്രീ ആയിട്ട് കമൻറ്റ് ചെയ്യാം. എൻ്റെ അവതരണം കൊള്ളത്തില്ല, ഫൈൻ, അതൊക്കെ എനിക്ക് ഒരു സീനും ഇല്ല. കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. അതൊക്കെ ക്രിട്ടിക്കലായിട്ടുള്ള കമൻറ്റ്സ് ആണ്. നെഗറ്റീവ് കമൻറ്റ്സ് എന്ന് പറയുന്നത്, നമ്മൾ എത്ര നല്ല വീഡിയോ ചെയ്താലും ആൾക്കാർ വന്ന് പച്ചത്തറി വിളിക്കും. ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ അതാണ് നെഗറ്റീവ് കമൻറ്റ്സ്. എൻ്റെ വീഡിയോക്കിടയിലും നല്ല പച്ചത്തെറി വരാറുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള തെറികളാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ കൂട്ടുകാരൻ തന്നെ ചോദിക്കും, എടാ നെഗറ്റീവ് കമൻറ്റ് റിയാക്ഷൻ വീഡിയോ ചെയ്യും, പൊളിയായിരിക്കും, നല്ല കോമഡി ആയിട്ട് തേച്ചൊട്ടിക്കാന്ന് പറയും. ആക്ച്വലി ഞാൻ ചെയ്യത്തില്ല. അതിൻ്റെ കാര്യമില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നാമത്തെ കാര്യം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. എല്ലാ തരത്തിലുള്ള കമൻറ്റും വരും. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ പകൽമാന്യനൊന്നുമല്ല. കാരണം നമുക്കിത് അറിയാത്ത വാക്കുകളൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ എടുത്ത് ചെയ്യാം. ഇത് നമ്മൾ പറയാത്തോ നമ്മൾ ഉപയോഗിക്കാത്തൊന്നുമല്ല. ഞാനും അവിടെ ഹോസ്റ്റലിൽ നിന്ന് കൂട്ടുകാരുടെ കൂടെ, നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിട്ടുള്ളവരുടെ കൂടെ 4 വർഷം താമസിച്ച് പഠിച്ച ഒരാളാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ. അപ്പോൾ നമ്മൾ കേട്ടതും കണ്ടതും പറയുന്നതും ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഉള്ളു ഇതൊക്കെ. ഇതിലൊന്നും വലിയ കൊട്ടിക്കോഷിച്ച് റിയാക്ഷൻ ചെയ്യാൻ എനിക്ക് യോഗ്യതയില്ല. നമ്മൾ ഉപയോഗിക്കുന്ന തെറി വാക്കുകളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഞാനത് ചെയ്യത്തില്ല. എനിക്കതിനുള്ള യോഗ്യതയില്ല ഇതുപോലത്തെ തെറി വാക്കുകൾ എടുത്ത് റിയാക്ഷൻ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. ഞാനൊരിക്കലും റെസിസ്റ്റ് ചെയ്യത്തില്ല. കമൻറ്റ് വാട്ട് എവർ യു വാണ്ട്, അതിനൊന്നും ഒരു വിഷയവും. പിന്നെ ഞാൻ മുക്കുന്ന ചില കമൻറ്റൊക്കെ ഡിലീറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ വേറുള്ളവരെ പച്ചയ്ക്ക് തെറി വിളിക്കുന്ന കമൻറ്റ്, ഇപ്പോൾ വേറെ സെലിബ്രിറ്റീസിനെ പച്ചയ്ക്ക് തെറി വിളിക്കുന്ന കമൻറ്റ് വരാറുണ്ട്. മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന കമൻറ്റ് ഞാൻ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യാറുണ്ട്. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടി ചിലപ്പോൾ യുദ്ധമായിരിക്കും. മറ്റുള്ളവൻ്റെ ഫാൻസ് വരും, അങ്ങനെ ഫാൻസ് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടി. അത് വേണ്ട. എന്നെ തെറി വിളിക്കുന്നതൊന്നും ഒരു വിഷയമില്ല. അതൊക്കെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്തോ, ഫൈൻ, അതൊന്നും നമുക്കൊരു വിഷയമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ആ വീഡിയോയുടെ ലെങ്ത് എത്രയാണെന്ന് എനിക്കറിയത്തില്ല. കൂടിപ്പോയെങ്കിൽ ദയവായി ക്ഷമിക്കുക. കാരണം ഇങ്ങനത്തെ വീഡിയോ ആകുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞങ്ങോട്ട് പോകും. ഇപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക് ടോപ്പിക്കിനെ പറ്റി ചെയ്യുവാണ്. നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് ആയിട്ടുള്ള കണ്ടന്റേ ഉള്ളൂ. ഇപ്പോൾ ക്ലിയോപാട്രയുടെ ജീവിതം പറഞ്ഞാൽ അവിടെ തീർന്നു. പക്ഷേ ഇങ്ങനത്തെ കാര്യമാകുമ്പോൾ നമ്മൾ മനസ്സിൽ നിന്ന് എടുത്ത് ഇങ്ങനെ പറഞ്ഞു പോകും. ഞാൻ ഒരിടത്ത് നോട്ട് ചെയ്ത് വെച്ചിട്ട് പോലും ഇല്ല. എല്ലാം തനിയെ പറയുവാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്. സ്നേഹം മാത്രം, ഒരുപാട് സ്നേഹം മാത്രം. അത്രയേ ഉള്ളൂ.